നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ കൊല്ലം ജില്ലയിലെ കുറച്ച് സ്ഥലത്തെ കാഴ്ചകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് തുടങ്ങുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിനിടയ്ക്ക് 2 വീഡിയോ ആണ് ഇട്ടത്. അതുകൊണ്ട് തന്നെ വലിയ റീച്ചൊന്നുമില്ല. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും വലിയ സന്തോഷമായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകൾ കൊട്ടിയത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. ജസ്റ്റ് ഇവിടെ നിന്ന് പൊക്കിയെന്നേ ഉള്ളൂ. പ്രധാനമായിട്ടും നമുക്ക് കൊല്ലം ജില്ലയിൽ ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിൽ പണി തീരാനുള്ള ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലക്കാട് ഭാഗത്ത്, പിന്നെ ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ടൊക്കെയുള്ള പണികളാണ്. പിന്നെ മേവറം അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പണികളാണ് കാണുന്നത്. നമ്മളിപ്പം എത്തിയിരിക്കുന്നത് ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള പണികൾ നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ 2 സൈഡിലുമായിട്ട് നമുക്ക് കാൽനട യാത്രക്കാർക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്തായിട്ടായിരുന്നു ശിവാലയ കമ്പനിയുടെ ഒരു പ്ലാന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. നമ്മളിപ്പം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകുന്ന കാഴ്ചകളാണ്. നമ്മൾ അടുത്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുമുക്ക്, പിന്നെ ചാത്തന്നൂർ ഭാഗമാണ്. ഇവിടെ ആയിരുന്നു അവരുടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അതിപ്പം പൂർണ്ണമായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർ റിറ്റൈനിങ് വാളിൻ്റെ നിർമ്മാണമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ റോഡിൻ്റെ തൊട്ട് ഇടത്തേ സൈഡിലും അവരുടെ ഒരു പ്ലാന്റ് ഉണ്ട്. ഈ റീവാൾ ബ്ലോക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാഗം ഇടത്തേ സൈഡിലായിട്ടാണുള്ളത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് നോക്കുന്ന കാഴ്ചകളിൽ ഇടത്തേ സൈഡിലായിട്ട് തന്നെയായിരുന്നു സർവീസ് റോഡിൽ കൂടി കുറേ നാളിന് മുമ്പേ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. നല്ലൊരു കയറ്റമാണ്. വലിയ വാഹനങ്ങളൊക്കെ കയറിപ്പോകാൻ ഭയങ്കരമായിട്ട് പാടുവിട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഇടത്തേ സൈഡിൽ പ്രധാനപ്പെട്ട 3 വരി കൂടി കടത്തി വിടുന്നുണ്ട്. അത്രത്തോളം ടാറിങ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ പണികൾ പുരോഗമിക്കാനുള്ളത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്തായിട്ട് തന്നെ ഒരു അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷനും നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാഴ്ചകളും കൂടി നമുക്കിപ്പം കാണാൻ പറ്റും. ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസം ജൂൺ 17 ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് എടുത്ത വീഡിയോ ആണ്. ഞാനിവിടെ വന്നപ്പോൾ ഏകദേശം ഒരു 3 മണിയോളം ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 1:30 മണിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള കാഴ്ചകൾ. പാലത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്തൊരു ചെറിയൊരു അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷനാണ് കുറേ നാളിന് മുമ്പേ തുടങ്ങിയത്. അത് ഏറെ വലിയ സമരങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് അവിടെ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. നമ്മളിതാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ആ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. അണ്ടർപാസിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിപ്പം പ്രധാനമായിട്ട് ഇനി വലതുഭാഗത്തായിട്ട് ചെറിയൊരു വഴി കൂടിയാണ് തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും സർവീസ് റോഡ് വരുന്നത്. ഇപ്പോൾ പഴയ റോഡ് കടന്നു പോകുന്ന വലത്തേ സൈഡിലായിട്ട്. അപ്പം അവിടെ നല്ല താഴ്ചയിൽ വേണം ഇനി സർവീസ് റോഡ് പണിയാൻ. കുറച്ച് മണ്ണ് നീക്കം ചെയ്തിട്ട് വേണം അവിടെ സർവീസ് റോഡ് പണിഞ്ഞ് വാഹനങ്ങൾ കടത്തിവിടാൻ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അണ്ടർപാസ് കുറച്ച് താഴ്ത്തിയിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. അവിടെ ഇപ്പം പിന്നെ തൊട്ട് വലതുഭാഗത്തായിട്ടുള്ള സ്ഥലത്തായിട്ടാണ് ഇത്തിക്കര പാലം ഉള്ളത്. അല്ലെങ്കിൽ പാലം കുറച്ച് ഹൈറ്റിലായിട്ട് പണിയേണ്ടി വരുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കുഴി പോലെ കണ്ടില്ലേ, ഇതാണ് ഈ ഒരു അണ്ടർപാസ്. ചെറിയൊരു അണ്ടർപാസ്സാണ്. കഷ്ടിച്ചൊരു കാറ് പോകാൻ പറ്റുന്ന രീതിയിലേ ഉള്ളൂ അണ്ടർപാസ്. അപ്പം തൊട്ടപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സർവീസ് റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് താഴ്ചയിൽ കൂടി ആക്കണം. പണികൾ ഒരുപാടുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മൈലക്കാട് ഭാഗത്തായിട്ട് പൊളിഞ്ഞു വീണ സ്ഥലത്തായിട്ടാണ് പോകുന്നത്. എല്ലായിടത്തെയും പണി ഇനിയും കഴിയണമെങ്കിൽ എനിക്ക് തോന്നിക്കുന്ന ഏകദേശം ഒരു 1.5 വർഷം കൂടെ കഴിഞ്ഞാലേ നാഷണൽ ഹൈവേ കൊല്ലം ജില്ലയിലേക്ക് പണികൾ പൂർത്തിയാകാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. നേരെ ഇനി നമുക്ക് നേരെ മൈലക്കാട് പൊളിഞ്ഞു വീണ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കിപ്പം ഇടത്തേ സൈഡിലായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഗർഡറുകളുടെയൊക്കെ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൈലക്കാട് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് താണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് റിട്ടേണിംഗ് വാൾ വെച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത ഭാഗത്ത് നിന്ന് പൊളിച്ച് മാറ്റി തുടങ്ങിയിട്ടില്ല. പണികളിപ്പോൾ തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നേരെ കുട്ടിയം ഡയറക്ഷനിലോട്ടാണ്, ചാത്തന്നൂരിൽ നിന്ന് നേരെ കുട്ടിയം ഡയറക്ഷനിലോട്ട് നോക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് വന്ന് വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ പണി നടക്കുന്ന ഭാഗത്തെ മാത്രമാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ആ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് വരുന്നിടത്ത് റിട്ടേണിംഗ് വാൾ വെച്ചിരിക്കുന്ന ഭാഗത്ത് ആയിട്ടായിരുന്നു പൊളിഞ്ഞു വീണത്. അപ്പോൾ അവിടെ നിന്ന് ഇതെല്ലാം മാറ്റിയിട്ട് മണ്ണെല്ലാം നീക്കം ചെയ്തിട്ട് പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് ചില സ്ഥലത്ത് നമുക്കിപ്പോൾ പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കോൺക്രീറ്റ് വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ കമ്പികളൊക്കെ വെച്ചിട്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ
ഇവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഗർഡറുകളുടെ നിർമ്മാണവും തുടങ്ങിയത് നമുക്ക് കാണാൻ പറ്റും. നിലവിലിപ്പം മൈലക്കാട് ഭാഗത്ത് ഈ ആറിവാൾ ബ്ലോക്ക് എല്ലാം കൂടെ മറിഞ്ഞു പൊളിഞ്ഞു വീണതിന് ശേഷമാണ് മേവറം ഭാഗത്തും പിന്നെ കടവൂർ ഭാഗത്തും അത് കഴിഞ്ഞിട്ടിപ്പം നീണ്ടകര ഭാഗത്തും അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് 2 സൈഡിലും ഒരു 120 മീറ്ററും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ അതിപ്പം ഇതൊരു കാരണമായിട്ടുണ്ട്. നീണ്ടകര പാലത്തിൻ്റെ 2 സൈഡിലുമായിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ഇനി വീണ്ടും പൈലിംഗ് ചെയ്ത് തൂണുകെട്ടിലാക്കാനാണ് പരിപാടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം മൈലക്കാട് ഭാഗത്തെ കാഴ്ചകൾ ഇതാണ്. മേവറം ഭാഗത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടില്ല. മണ്ണ് നീക്കം ചെയ്തു വരുന്ന പണികളിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിപ്പോൾ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിരിക്കുന്നത് കടവൂർ ഭാഗത്തായിട്ടുള്ള വയഡക്റ്റിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ട് നമുക്കിപ്പം കാണാൻ പറ്റിയ ഒരു 5 പൈലിംഗ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഒരു തൂണായിട്ട് വരുന്നത്. 1 അല്ല 2 തൂണായിട്ടാണ് വരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ മൈലക്കാട് ഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ. പൈലിംഗ് കഴിഞ്ഞ് തൂണുകളുടെയൊക്കെ പണിയിലോട്ട് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. പണിക്കാരൊക്കെ കുറവാണ്. കൂടുതൽ പണിക്കാരൊക്കെ ഇനി ആവശ്യമുണ്ട്. മാത്രമല്ല ഇനി മഴയാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ടേ പണി പൂർത്തിയാവത്തോളം എന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് നേരെ മൈലക്കാട് കഴിഞ്ഞ് നേരെ മേവറം ഭാഗത്തെ കാഴ്ചകളിലേക്ക് പോകാം. മൈലക്കാട് ഭാഗത്തായിട്ട് പൈലിംഗ് ചെയ്തുകൊണ്ടിരുന്ന പൈൽ ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഇപ്പം കടവൂർ ഭാഗത്തായിട്ടാണ് പൈലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് മേവറം ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. മേവറം ഭാഗത്തായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുവഴി കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ പരിപാടികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നില്ല. 2 സൈഡിലും, അതായത് അണ്ടർപാസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള ഭാഗത്തായിട്ട് മണ്ണ് ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് നോക്കിയപ്പം ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് നാളിന് മുമ്പേ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പം JCB കിടപ്പുണ്ട്. അണ്ടർപാസിൻ്റെ അടിയിൽ വണ്ടിയും കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടുന്ന് അങ്ങോട്ട് ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ട് വീഡിയോ എടുക്കാൻ പോയ സമയത്ത് ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് JCBക്ക് മണ്ണ് കോരി വണ്ടിയിലോട്ട് ലോഡ് ചെയ്ത് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ മേവറം ഭാഗത്ത് നിന്ന് കുട്ടിയം ഡയറക്ഷനിലോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. വലിയ പരിപാടികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല. ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. നമ്മളിപ്പം വീഡിയോ എടുക്കാൻ വരുന്ന ദിവസമാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കൊല്ലം ബൈപ്പാസിലോട്ട് സ്ട്രെയിറ്റ് നോക്കുന്ന ഭാഗത്ത് കാഴ്ചകൾ ഇതാണ്. അപ്പോൾ ആ ഒരു അപ്രോച്ച് റോഡ് വരുന്ന ഭാഗം വരെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് ലൈൻ മാർക്കിങ് കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മളങ്ങനെ നേരെ കൊല്ലം ബൈപ്പാസിലെ കാഴ്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം കൊല്ലം ബൈപ്പാസിൽ മേവറം ഭാഗത്തായിട്ട് പണികൾ ഇനി കഴിയാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് കല്ലന്താഴം ഭാഗത്തെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പണികൾ നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ബ്രിഡ്ജ് എടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ 2 സൈഡിലുമായിട്ട് അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണമാണ് നടക്കാനുള്ളത്. നമ്മളിപ്പം നോക്കുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴ ഡയറക്ഷനിലോട്ടാണ് നോക്കുന്നത്. അപ്പം ഈ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞേച്ച് അതിനിടയ്ക്കായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലന്താഴം അണ്ടർപാസിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കൂടിയൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വലതുഭാഗത്തും പിന്നെ ഇടത്തെ സൈഡിലുമായിട്ട് തന്നെ ഫ്രിക്ഷൻ സ്ലാബ് എടുത്തു വെച്ച ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി കുറേ കൂടി മണ്ണിട്ട് കഴിഞ്ഞാൽ ഏകദേശം പണികളൊക്കെ പൂർത്തിയാകും. ഇപ്പോൾ 2 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് തോന്നിക്കുന്ന 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന വാർത്തകൾ. ഇതാണ് നമ്മുടെ കല്ലന്താഴം ഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ. കല്ലന്താഴം ഭാഗത്തായിട്ടാണ് തോന്നുന്നത്. ഈ ഒരു ഏരിയയിലൊക്കെ കൊണ്ടുവന്ന് പണി കഴിഞ്ഞതിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുന്ന ഒരു പരിപാടി ഇപ്പം നിലനിൽക്കുന്നുണ്ട്. കല്ലന്താഴം ഭാഗത്ത് മാത്രമല്ല വേസ്റ്റ് കൊണ്ടുവന്ന് കളയുന്നത്, പല സ്ഥലത്തും വീഡിയോ എടുക്കാൻ പോയ സ്ഥലത്തെല്ലാം തന്നെ റോഡിൻ്റെ സൈഡിലായിട്ട് ചെറിയ കിറ്റിനകത്തും ചാക്കിനകത്തും ഒക്കെ ആയിട്ട് വേസ്റ്റ് കൊണ്ടുവന്ന് കളയുന്ന പരിപാടിയാണ് പലരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കരയിൽ നിന്നും കുണ്ടറയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകാൻ സർവീസ് റോഡ് ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അവർ ചുറ്റിക്കറങ്ങി കടവൂർ പോയിട്ട് തിരിഞ്ഞ് വന്നിട്ട് വേണം മെയിൻ റോഡിലോട്ട് കയറിയിട്ട് പിന്നെ തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ പരിഹാരമായിട്ട് തന്നെ സർവീസ് റോഡ് പണിയാൻ വേണ്ടിയിട്ട് NHAയും പിന്നെ റെയിൽവേയും കൂടെ ചേർന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് കടവൂർ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. കടവൂർ ഭാഗത്തായിട്ട് എത്തുമ്പോൾ ഇവിടെ ഒരു ഫുട്ബോളിൻ്റെ ഒരു ചെറിയൊരു ടർഫുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ പിള്ളേരെല്ലാം കൂടെ ഇന്ന് കളിക്കും. നമ്മൾ മങ്ങാട് പാലം കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് കടവൂർ ഭാഗത്തോട്ട് വരുമ്പം ഇടത്തേ സൈഡിലായിട്ടാണ് ആ ഒരു പാടമൊക്കെ കഴിഞ്ഞേച്ച് ഇടത്തേ സൈഡിലായിട്ടാണ് ഈ ഒരു ടർഫുള്ളത്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇടത്തേ സൈഡിലായിട്ടാണ് ടർഫിൻ്റെ തൊട്ടിടത്തേ സൈഡിലായിട്ടാണ് നമ്മളിപ്പം കാണുന്ന ഭാഗത്തായിട്ട് പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നിക്കുന്ന ആ ഒരു മൈലക്കാട് ഭാഗത്തെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം പൈൽ ഡ്രില്ലിംഗ് മെഷീൻ എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് പിന്നെ പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പേ നമ്മൾ കൊല്ലം ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നിന്നാണ് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളത്. കൂടുതൽ മണ്ണ് ഈ ഒരു പഴയ ബൈപ്പാസിൻ്റെ റോഡ് കടന്നു പോകുന്ന സ്ഥലത്ത് നിന്നും പൂർണ്ണമായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ പൈൽ ഡ്രില്ലിംഗ് മെഷീനുണ്ട്, ആവശ്യത്തിന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പൈലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കടവൂരിൽ നിന്ന് നമ്മൾ മങ്ങാട് പാലം കാണുന്ന കാഴ്ചകളാണ്. നേരെ മുമ്പോട്ട് പിന്നെ കല്ലുന്താഴം മേവറം ഭാഗത്തോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പം പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന മണ്ണ് കല്ലുന്താഴം ഭാഗത്തായിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് അണ്ടർപാസിൻ്റെയും പിന്നെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെയും ഇടയ്ക്കായിട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ അവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ നിന്നാണ് മണ്ണെടുത്തത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്ത് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. നമ്മുടെ കടവൂർ ഭാഗത്തായിട്ടുള്ള വയഡക്റ്റിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. നമുക്കിവിടെ കമ്പികളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. മറ്റ് പണികളും ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും മണ്ണ് പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇവിടെയും അറിവാൾ ബ്ലോക്ക് ഉപയോഗിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയത്. അതിനുശേഷം പൂർണ്ണമായിട്ടും പഴയ റോഡിൻ്റെ മണ്ണുകളൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പൈലിംഗ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മണ്ണിട്ട് അറിവാൾ ബ്ലോക്കൊക്കെ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യാനുള്ള പരിപാടിയായിരുന്നെങ്കിൽ നല്ല ഹൈറ്റിലായിട്ട് വേണം ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണി ഉണ്ടായിരുന്നത്. അപ്പം അതൊഴിവാക്കിയിട്ട് ഇപ്പം വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം കാണാൻ പറ്റും ഒരു 3 എണ്ണമാണ് ഈ ഒരു ഭാഗത്തായിട്ട് 3 പൈൽ ഡ്രില്ലിംഗ് മെഷീനാണ് ഇവിടെ കൊണ്ടുവന്ന് പണി തുടങ്ങിയിരിക്കുന്നത്. സാധാരണ ഇതേപോലുള്ള പണികൾക്കൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ള 1-2 3 എണ്ണം കണ്ടിട്ടില്ല. അപ്പം അത്രത്തോളം ഫാസ്റ്റിൽ തന്നെ പണി ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ശിവാലയ കമ്പനി ഈ ഒരു ഭാഗത്തായിട്ട് 3 എണ്ണം കൊണ്ടുവന്നിട്ടുള്ള പണി തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഏകദേശം ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷത്തിനും കൂടുതലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കടവൂർ ഭാഗത്തായിട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ. ഏകദേശം ഒരു 4:30-5 മണിയായപ്പോഴത്തേക്കും ഇവിടത്തേക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇരുട്ടാവുന്നതിന് വേണ്ടിയിട്ട് കാത്തിരുന്നു. കാരണം ഇതാണ് നമ്മുടെ കൊല്ലം ബൈപ്പാസിൽ കല്ലുന്താഴം കഴിഞ്ഞ് നമ്മൾ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴും അതിനുശേഷം പിന്നെ കുരീപ്പുഴ ഭാഗത്തും പൂർണ്ണമായിട്ടും ലൈറ്റ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടേക്ക് ഇപ്പം ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതുവഴി യാത്ര ചെയ്ത് പോയപ്പോഴും കണ്ടതായിരുന്നു. അപ്പം വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കാറിനകത്തായതുകൊണ്ട് തന്നെ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല നമ്മുടെ കയ്യിൽ ഡ്രോണും ഇല്ലായിരുന്നു. അപ്പം ഒന്ന് ഫ്രീ ആയപ്പം രാത്രിയാവാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. ഇതിപ്പം നമ്മുടെ മൈലക്കാടല്ല നമ്മുടെ കല്ലുന്താഴം കഴിഞ്ഞിച്ച് പിന്നെ ഈ ഒരു മങ്ങാട് കടവൂർ പാലം എത്തുന്നതിന് മുമ്പായിട്ട് 2 സൈഡിലുമായിട്ട് തന്നെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിലോട്ടും ലൈറ്റുണ്ട്, മെയിൻ ആറുവരിയിലോട്ടും ലൈറ്റ് കിടപ്പുണ്ട്. ഇവിടെ ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണുള്ളത്. അതിനുശേഷം പിന്നെ കുരീപ്പുഴ ഭാഗത്തായിട്ടുമാണ് ലൈറ്റ് ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് പോസ്റ്റൊക്കെ ഇട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നിക്കുന്ന അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മുടെ തെക്കൻ കേരളത്തിൽ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലെ എടുക്കുകയാണെങ്കിൽ അറുവരിപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്തായിട്ട് തന്നെ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊല്ലം ബൈപ്പാസിൽ കല്ലുന്താഴം കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തും പിന്നെ കുരീപ്പുഴ ഭാഗത്തുമായിട്ടാണ് ലൈറ്റ് ഇട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ രാത്രി കാഴ്ചകൾ കാണേണ്ടവർക്ക് ഇതുവഴി കടന്നു വരാവുന്നതാണ്. പക്ഷേ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. തിരുവനന്തപുരം ഭാഗത്തോട്ടൊന്നും ഇപ്പം പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കല്ലുന്താഴത്തിന് 2 സൈഡിലുമായിട്ട് തന്നെ റെയിൽവേ ഗേറ്റുണ്ട്. ചെറിയ റെയിൽവേ ഗേറ്റാണ്. വലിയ വണ്ടികളൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം അവിടെ നമ്മുടെ ടൈം വേസ്റ്റ് ആവും. ബൈക്കിലൊക്കെ പോകുന്നവർക്ക് കയറി പോകാൻ പറ്റും. കാറും പിന്നെ ചെറിയ മിനി ബസ്സൊക്കെ കയറി പോവുകയാണെങ്കിൽ കുറച്ച് പണിയാണ്. നമ്മൾ ട്രെയിൻ ഒന്നാമത് പതുക്കെയായിരിക്കും വരുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ
നമ്മൾ കുറേ സമയം അവിടെ വേസ്റ്റായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുവഴി പോകാതിരിക്കുകയും ചെയ്യുക. ഞാനൊരിക്കലും പറയത്തില്ല അതുവഴി പോകണോ പോകണ്ടായോ എന്ന്. അങ്ങനെ 2 വഴികളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ മേവറത്ത് നിന്ന് പിന്നെ ചിന്നക്കട ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള സ്ഥലത്ത് പള്ളിമുക്ക് ഭാഗത്തും, കൊല്ലം ജില്ലയിൽ പള്ളിമുക്ക് ഭാഗത്തും ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ആറുവരിപ്പാതയുടെയൊക്കെ നിർമ്മാണം കല്ലും താഴത്ത് ഇതേപോലെ പെൻഡിങ് ആയി കിടക്കുന്നത് മൂലമാണ് ആ ഒരു ഭാഗത്തും ഇപ്പം തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കൊല്ലം ബൈപ്പാസ് ഇപ്പം പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകുന്ന ആൾക്കാർ കൂടുതലും കൊല്ലം ചിന്നക്കട വഴി പള്ളിമുക്ക് വഴിയാണ് കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ പള്ളിമുക്ക് എത്തുന്ന സമയത്ത് അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ കൊല്ലം എത്തുന്ന ചിന്നക്കട ഭാഗത്തും എല്ലാം ബ്ലോക്ക് ഉണ്ട്. എങ്കിലും പള്ളിമുക്ക് ഭാഗത്തായിട്ടാണ് കൂടുതൽ ബ്ലോക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കാണ്. 1-2 മാസത്തിനുള്ളിൽ കല്ലുന്താഴം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ടും കൊല്ലം ബൈപ്പാസ് തുറന്നു കൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വരും ദിവസങ്ങളിൽ നമുക്ക് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇതാണ് നമ്മുടെ കൊല്ലം ബൈപ്പാസിലെ രാത്രികാല കാഴ്ചകൾ. നമ്മൾ നേരെ ഇപ്പം നോക്കുന്നത് കല്ലുന്താഴം ഭാഗത്തായിട്ടുള്ള കാഴ്ചകളാണ്. മങ്ങാട് നിന്ന് കല്ലുന്താഴം ഭാഗത്തായിട്ട് റെയിൽവേ ഓവർ ബ്രിഡ്ജുണ്ട്. ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് ലൈറ്റ് ഇടാനുണ്ട്. അതാണ് നമുക്കൊരു വ്യത്യാസം കാണാൻ പറ്റുന്നത്. അവിടെ വലതു ഭാഗത്തായിട്ട് മാത്രമാണ് കത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീരാവിൽ പാലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുരീപ്പുഴ പഴയ ടോൾ പ്ലാസ എന്നിരുന്ന സ്ഥലത്തായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ കുരീപ്പുഴ കാവനാട് പാലം എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. രാത്രി കാഴ്ചയായതുകൊണ്ട് തന്നെ എവിടെ എത്തിയിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഫുള്ള് ഇരുട്ടാണ്. ബൈപ്പാസിൽ ലൈറ്റ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ കുരീപ്പുഴ കാവനാട് പാലം എത്തുന്നതിന് മുമ്പായിട്ട് കൊല്ലം ബൈപ്പാസിലായിട്ടാണ് എത്തിയിരിക്കുന്നത്. അവിടെ ഒരു നമ്മുടെ പഴയ ടോൾ പ്ലാസ എന്നിരുന്ന സ്ഥലത്തായിട്ടാണ് ഒരു അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞ് ആ ഒരു ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗത്തും ഇത്രത്തോളം ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ ഇടയ്ക്കൊക്കെ കത്താനായിട്ട് ബാക്കിയുണ്ട്. അവിടെ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഇരുണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശിവാലയ കമ്പനി അതൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞ സ്ഥലത്ത് ലൈറ്റൊക്കെ ഇട്ട് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം മുമ്പോട്ട് വരുമ്പോൾ ഇടത്തെ സൈഡിൽ കാണുന്ന ലൈറ്റ് വെട്ടം അത് കുറച്ച് നാളിന് മുമ്പേ തുടങ്ങിയ നയറയുടെ പെട്രോൾ പമ്പാണ് ഇടത്തെ സൈഡിലായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ കുറേ ദൂരം കൂടെ കഴിഞ്ഞാൽ പിന്നെ കുരീപ്പുഴ കാവനാട് പാലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രികാല കാഴ്ചകൾ കൊല്ലം ബൈപ്പാസിൽ. ഈ 2 ഭാഗത്തായിട്ടാണ് ഇപ്പം ലൈറ്റ് ആക്റ്റീവായിട്ട് കിടക്കുന്നത്. അതിനുശേഷം പൂർണ്ണമായിട്ടും ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രിയിലെ ഒരു കൊല്ലം ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ, കൊല്ലം ബൈപ്പാസിലെ പൂർണ്ണമായിട്ടും പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ടും നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇപ്പം വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് KMML ഭാഗത്തെ കാഴ്ചകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം ജില്ലയിലെ പല സ്ഥലത്തെയും വീഡിയോ കാണിക്കുമ്പം KMML ഭാഗത്തെ കാഴ്ചകൾ എന്തായെന്ന് പലരും ചോദിക്കാറുണ്ട്. നമുക്കവിടെ ഡ്രോൺ പൊക്കാൻ പറ്റത്തില്ല, കാരണം റെഡ് സോണാണ്. അതുകൊണ്ട് തന്നെ മൊബൈലിനകത്ത് പകർത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അത് നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് വരുന്നതായിരിക്കും. വിശ്വസമുദ്ര കമ്പനി കരാറേറ്റ് എടുത്തിരിക്കുന്ന റീച്ചിലെ കാഴ്ചകളിലേക്കാണ് ഇനി നിങ്ങൾ വരാൻ പോകുന്നത്. പണികളൊക്കെ വളരെ മന്ദഗതിയിലായിട്ടാണ് ആ ഒരു ഭാഗത്തെ പണികൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ നമ്മൾ KMML ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ അണ്ടർപാസിൻ്റെ വടക്കേ സൈഡിലായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. നമ്മളിപ്പോൾ നോക്കുന്ന ദൃശ്യങ്ങൾ ചവറയിലോട്ട് KMML കഴിഞ്ഞ് ചവറയിലോട്ട് നോക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. കുറച്ച് നാളായിട്ട് കഴിഞ്ഞിട്ടുള്ള പണികളാണ് ഈ ഒരു വാൾ ബ്ലോക്ക് വെച്ചിട്ടുള്ളത്. മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയൊന്നും വലുതായിട്ട് തുടങ്ങിയിട്ടില്ല. അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാട് പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് തൊട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് അതിൻ്റെ അണ്ടർപാസ് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും ദണ്ട് ഇത്രത്തോളം ഒരു സൈഡിലായിട്ട്, അതായത് പടിഞ്ഞാറേ സൈഡിലായിട്ട് തന്നെ അവർ വാൾ ബ്ലോക്ക് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. മാത്രമല്ല കുറച്ച് മണ്ണ് വിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കിടക്കുകയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ കാഴ്ചകൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക. സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഹൈപ്പും കൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.